Hey guys, good morning. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഈ കോസ്റ്റ്യൂം ഒന്ന് ചേഞ്ച് ആവാം. ഹേ ഗൈസ്, അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ ചെയ്തോളൂ. ഇന്ന് ഫെബ്രുവരി 1 പിന്നെ വിചാരിച്ചൊരു നമുക്ക് ഹോളിഡേയ്സാണ്, ക്ലാസ് ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മളെ ഹോളിഡേ നൈറ്റ് റൊട്ടീൻ എടുത്ത പോലെ ഒരു മോർണിംഗ് റൊട്ടീനോ ഡേ ഇൻ മൈ ലൈഫോ ലൈക്ക് അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാമെന്ന്. സോ അതാണിത്. അപ്പോൾ ഹോളിഡേ അല്ലേ, അപ്പോൾ എണീറ്റപ്പോൾ കുറച്ച് കൂടുതൽ ലേറ്റ് ആയിപ്പോയി. ഇപ്പോൾ സമയം 7:50 ഗൈസ്. അതായത് ഫ്രഷ് ആയിട്ട് താഴെ പോകും. അങ്ങനെ ഗൈസ്, ഞാൻ എൻ്റെ ടൂൾസും പിന്നെ അനിയനെ കൊണ്ടാക്കാൻ പോകുമ്പോൾ പർദ്ദ ഇട്ട് പോകാനായിട്ട് ബ്ലാക്ക് ഷോളും ഒക്കെ എടുത്തിട്ട് നേരെ താഴെ പോയി. അങ്ങനെ ഓനെ കൊണ്ടാക്കി വരുന്ന വരവാണ്. പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്കൊക്കെ എത്തി. ഇത് നമ്മളെ വീട്ടിലുണ്ടായ ഓർഗാനിക് റോബസ്റ്റ് പഴമാണ് ഗൈസ്. എന്താ അറിയില്ല, അതിൻ്റെ വലിപ്പത്തിലും ലുക്കിലൊക്കെ ഒരു മാറ്റമുണ്ട്. കണ്ടാൽ നമ്മൾ വിചാരിക്കും പച്ചപ്പഴമാണെന്ന്, പക്ഷെ അല്ല, റോബസ്റ്റ് കുഞ്ഞിപ്പഴമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെല്ലാവരും തിന്നുന്നുണ്ട്. വലിയമ്മ തിന്നുന്നു, വലിയപ്പ തിന്നുന്നു, ഞാൻ തിന്നുന്നു, ഉമ്മ തിന്നുന്നു. ഉമ്മ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ കൗണ്ടറൊക്കെ അടിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് ഞാനും ചിരിക്കുന്നുണ്ട്. കാര്യപ്പെട്ട എന്തോ തമാശയാണ് തോന്നുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. ആസ് യൂഷ്വൽ എന്നും ദോശ. അന്നും ദോശയും ചെമ്മീൻ റോസ്റ്റൊക്കെയാണ്. പിന്നെ ഗൈസ്, ഞാൻ വെള്ളമാണ് കുടിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുക. ലീവ് റിലീസിൻ്റെ മെയിൻ പരിപാടി പറഞ്ഞാൽ ഇമ്മാൻ്റെ ചെടികളൊക്കെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പൈപ്പ് നല്ല വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാർ പോർച്ചിൽ നേരെ വണ്ടിയൊക്കെ ഇങ്ങോട്ട് സൈഡാക്കിയിട്ടിട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങി. നിങ്ങൾ വിചാരിക്കുന്നത് കാടും പൊന്തി മുടിച്ച് കിടക്കണമെന്ന്, പക്ഷെ അല്ല, അതിന്മേലൊക്കെ പൂക്കളുണ്ട്. എൻ്റെ അമ്മക്ക് ചെടികൾ, പൂക്കൾ എന്ന് പറഞ്ഞാൽ പ്രാന്താണ്. അതിനാൽ പലതരത്തിലുള്ള ചെടികളുണ്ടാവും, കാടും ഒക്കെ അങ്ങനെയൊക്കെ പലതും ഉണ്ടാവും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ തിണ്ടുമേലുണ്ട്. അങ്ങനെ ഞാൻ ചെടിയും നനച്ച് ആ കൂട്ടത്തിൽ തിണ്ടും കൂടെ നനക്കാൻ വിചാരിച്ചു. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഹെയർ ഫോൾ ഉള്ളത് ഇപ്പോൾ സ്കിപ്പിക്കാണ്. അപ്പോൾ ഓൻ്റെ രോമൊക്കെ ഉണ്ടാവുന്നല്ല. അപ്പോൾ ഞാൻ ഫുള്ളടിച്ച് വൃത്തിയാക്കി. പിന്നെ നമ്മളെ ബോഗെയിൻവില്ല ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കണം. എൻ്റെ അമ്മക്ക് പരാതി, അവിടെ വെച്ചിട്ട് ആരും കാണുന്നില്ല, അത് നമുക്ക് ഫ്രണ്ടിക്ക് വെക്കണം, എന്നാലേ 4 ആൾ കാണുള്ളൂ എന്നൊക്കെ. പിന്നെ 37 കാര്യം പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ. അങ്ങനെ ഞാനത് ഫ്രണ്ടിക്കൊക്കെ വെച്ച് ഫുള്ള് നനച്ചു കൊടുത്ത്. പക്ഷെ അത് ഇരിക്കണ ചട്ടി അത്ര പോരല്ലേ, അത് ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണത്. 2 ചട്ടി സെറ്റാക്കണം. അങ്ങനെ അത് ഫുള്ള് ഞാൻ നനച്ച് കൊടുത്തു. പിന്നെ അങ്ങനത്തെ പരിപാടി കഴിഞ്ഞതിന് ശേഷം നേരെ റൂമിൽ പോയി. അപ്പോൾ ജനലെപ്പോഴും ഞാൻ ക്ലോസ് ആക്കിയിടും. അപ്പോൾ ഞാനത് ഒക്കെ തുറന്ന് പിന്നെ രാവിലെ നമ്മൾ കൂടിയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ച് അതിന് ശേഷം ബെഡൊക്കെ ക്ലീൻ ചെയ്ത്, അതൊക്കെ ഇപ്പോൾ അങ്ങനെയാണ്, ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വന്ന് ക്ലീൻ ചെയ്യുള്ളൂ. പിന്നെ പാട്ടൊക്കെ കേട്ട് അങ്ങോട്ട് മടക്കാൻ വിചാരിച്ച്. കാരണം അത്രക്കും മടക്കാനുണ്ട്. ഒരു ഞായറാഴ്ച വരണം എനിക്ക് എല്ലാതും ഒന്ന് മടക്കി വെക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കബേർഡൊക്കെ ഒന്ന് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഡ്രസ്സ് എടുത്താൽ ആ കബേർഡ് മൊത്തം കേടുവരാം. അങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥ. ഭയങ്കര കൺജസ്റ്റഡാണ് ഗൈസ്, എന്താ ചെയ്യുക. അങ്ങനെ അത് ഫുള്ള് ഞാൻ മടക്കി സെറ്റാക്കി വെച്ചു. ജനാലും അതിൻ്റെ സൈഡൊക്കെ ഞാൻ ഇടയ്ക്കിങ്ങനെ തുടക്കലുണ്ട്. കാരണം എനിക്ക് ഈ തുമ്മലിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടേ അത് കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ ഞാനിങ്ങനെ ജനാലിൻ്റെ സൈഡിലൊക്കെ നിൽക്കുമ്പോൾ ജനാലൊക്കെ ഞാൻ ഇടയ്ക്ക് തുറച്ചു കൊടുക്കും. പക്ഷെ എൻ്റെ ഇങ്ങനത്തെ സാധനങ്ങൾ, ഐറ്റംസ് വെക്കുന്നിടത്തൊന്നും ഞാനിങ്ങനെ ക്ലീൻ ആക്കില്ല. ഇന്ന് വെറുതെ എന്തോ എടുത്ത് നോക്കിയപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഞാൻ അവിടെ ഫുള്ള് വൃത്തിയാക്കി. കുറേയൊന്നുമില്ലല്ലോ, കുറച്ചൊക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഫുൾ സെറ്റാക്കി അടിച്ച് അങ്ങനെ അവിടുന്ന് പൊടിയൊക്കെ നേരെ ലാപ്ടോപ്പിലൊക്കെ ആയി. അങ്ങനെ ഫൈനലി ഇന്ന് ഫെബ്രുവരി 1 ഗൈസ്. കലണ്ടറൊക്കെ സെറ്റാക്കി കൊടുത്തു. പിന്നെ വീണ്ടും എന്തിനാണ് ലാപ്ടോപ്പ് തുറന്നെന്നുള്ളത് ഓർമ്മയില്ല. അങ്ങനെ കുറച്ച് നോട്ട് എഴുതാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നോട്ട്സിൻ്റെ ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ എഴുതിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ നോട്ട്സ് എൻ്റെ ഫോണിലില്ലയെന്ന്. അങ്ങനെ അത് ചോദിച്ച് കിട്ടാൻ ലേറ്റായി.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു മോർണിംഗിൽ നടക്കുന്നത്. ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് ചേർക്കുന്നത്. വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സജഷൻസ് കമൻസിലൂടെ അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ടാറ്റാ.